ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് തച്ചനോടൊപ്പം യൗസേപ്പിതാവിനോടുള്ള ഭക്തിയുടെ മാസമാണ് മാർച്ച് മാസം. മാർച്ച് മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പരിശുദ്ധ ഹൃദയത്തോടുള്ള വണക്കത്തിൻ്റെ ദിവസമാണ്. ആ ഭക്തിയിലായിരിക്കാൻ വേണ്ടിയുള്ളൊരു ആഗ്രഹം കൊണ്ട് യൗസേപ്പിതാവിനെ കുറിച്ച് കുഞ്ഞ് വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അതിലൊന്നാമത്തെ വീഡിയോ ആണിത്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, യൗസേപ്പിതാവിനോടുള്ള ഭക്തിയെ തിരുസഭ വിളിക്കുന്ന പേര് എന്താണെന്നുള്ളതാണ്. പ്രോട്ടോ ദൂളിയ എന്നാണ് വിളിക്കുക. ആരാധന ദൈവത്തിനുള്ളതാണ്. വിശുദ്ധരെയൊക്കെ നമ്മൾ വണങ്ങുകയാണ്. ദൈവത്തിന് നൽകുന്ന ആരാധനയെ വിളിക്കുന്ന പേരാണ് ലാത്രിയ. അതിൽ നിന്നാണ് ലിറ്റർജി എന്നുള്ള വാക്കൊക്കെ ഉണ്ടാകുന്നത്. വിശുദ്ധന്മാരെല്ലാവരും നമ്മൾ വണങ്ങുന്നതിന് വിളിക്കുന്ന പേരാണ് ദൂളിയ, വണക്കം. പരിശുദ്ധ മറിയത്തിന് എല്ലാ വിശുദ്ധരെക്കാളും ഉന്നതമായ ഉപരി വണക്കം നമ്മൾ നൽകുന്നു. അതിനെ ഹൈപ്പർ ദൂളിയ എന്ന് വിളിക്കുന്നു. ഹൈപ്പർ ദൂളിയ, ഉപരി വണക്കം, ഉന്നത വണക്കം. എന്നാൽ അതിനുശേഷം ബാക്കിയുള്ള എല്ലാ വിശുദ്ധരിൽ വെച്ച് ഒന്നാം സ്ഥാനം ആർക്കെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ യൗസേപ്പിതാവിനുള്ളതാണ്. അതുകൊണ്ട് ആ വണക്കത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒന്നാം വണക്കം, അല്ലെങ്കിൽ പ്രോട്ടോ ദൂളിയ. പ്രോട്ടോ ഫസ്റ്റ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം, ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം. ദൂളിയ വണക്കം, ഒന്നാം വണക്കം. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ വിശുദ്ധരിലും വെച്ച് പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം കത്തോലിക്ക സഭയിലുള്ളത് വിശുദ്ധ യൗസേപ്പിതാവിനാണെന്നുള്ള ബോധ്യത്തിലായിരുന്നുകൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് വിശുദ്ധ യൗസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.